ഇന്നലകളിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് പാസ്റ്ററേ, സത്യമാ. അനേക പ്രതിസന്ധികളെ തരണം ചെയ്ത ഒത്തിരി എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ ഇന്നത്തെ ഈ കൊടുങ്കാറ്റുണ്ടല്ലോ, ഇത് മുങ്ങിപ്പോകുമെന്ന് ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാ. കുഞ്ഞെ, നീ മുങ്ങത്തില്ല. നീ തിരിച്ചറിയേണ്ടത്, അമ്മേൻ, തുഴയുടെ വലുപ്പമോ നിന്റെ എക്സ്പീരിയൻസും എല്ലാം മാറ്റി വെച്ചിട്ട് പടകിൽ അമരത്തൊരുത്തൻ കിടപ്പുണ്ട്. അവനെ നീ ഒന്ന് മനസ്സിലാക്ക. അവൻ വിളിച്ചിറക്കിയത് നടുകടലിൽ നിന്നെ മുക്കാനല്ല, മുക്കുമെന്ന് പറയുന്ന തിരകളുടെ മീതെ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മറുകര എത്തിക്കാൻ. വിശ്വസിക്കാൻ പറ്റുന്നോ? അമ്മേൻ, പടകിനെ അമ്മേൻ കുടുംബത്തോട് നമുക്ക് ഉപമിക്കാം, ദൈവസഭയോട് നമുക്ക് ഉപമിച്ചാൽ. അമ്മേൻ അമ്മേൻ, പുറപ്പെട്ടു, കർത്താവിൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ട കുടുംബമാ. പ്രൈസ് ദി ലോർഡ്. അമ്മേൻ അമ്മേൻ. കർത്താവ് അമരത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ പലയിടത്തും കാണുന്നില്ല. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീടിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. അമ്മേൻ, നായകനാണെങ്കിലും ആ പേര് വെച്ചിരിക്കുന്നത് പുറത്താ. പ്രൈസ് ദി ലോർഡ്. നായകൻ പുറത്ത് ലേബലിലല്ല, അകത്ത നായകൻ്റെ നായകത്വം വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അമ്മേൻ. ഇന്നലകളിൽ അഭിമുഖീകരിക്കാത്ത ചിലതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചെറുപടകളൊക്കെ ഒരുപക്ഷെ മുങ്ങിക്കാണും. എന്നാൽ മുങ്ങിയവനെ നോക്കി ഞാനും ഇതുപോലെ മുങ്ങുമെന്നല്ല നീ ചിന്തിക്കേണ്ടത്. എൻ്റെ പടകിൽ ഒരുവനുണ്ട്, അവൻ സാധാരണക്കാരനല്ല, അസാധാരണമായ എന്നെ വിടിവിപ്പാൻ കഴിയുന്ന ഒരുവനാ. അവൻ എന്നെ കാറ്റിനും കോളിനും മുമ്പിൽ വിട്ടുകൊടുക്കത്തില്ല. ജയത്തോടെ അവൻ എന്നെ അക്കരെ എത്തിക്കും.